ഡിജിറ്റൽ സർക്യൂട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇത്. ഡിജിറ്റൽ ഐ സി ട്രെയിനർ കിറ്റ് എന്നാണ് ഇതിന് പൊതുവെ പറയുക. ഇതിൽ വ്യത്യസ്ത ലീഡുകളുള്ള ഐ സികൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ 20 പിന്ന് ഉള്ള ഐ സി വെക്കാൻ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സോക്കറ്റ് ഉണ്ട്. ഒന്ന് ഇവിടെയാണ്, അതുപോലെ തന്നെ മറ്റൊരു സോക്കറ്റ് ഇവിടെയുണ്ട്. ഇതിന് നമ്മൾ ഐ സി ഡിജിറ്റൽ ഐ സി ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു ട്രാക്കിൻ്റെ 2 സൈഡിലായിട്ട് ലെഗ് വരുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഐ സിക്ക് പിൻ നമ്പർ നമ്മൾ എണ്ണുന്നത് ഒരു നോച്ച് കാണാം. ഐ സിക്ക് സാധാരണ എല്ലാ ഐ സിക്കും ഡിജിറ്റൽ ഐ സിക്ക് മാത്രമല്ല കോമൺ ആയിട്ട് ഐ സിക്ക് കാണാൻ പറ്റുന്ന ഒരു നോച്ച് ഏതെങ്കിലും ഒരു സൈഡിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ ഇവിടെയാണ് ഒരു കട്ടിങ് കാണുന്നത്. ഈ കട്ടിങ്ങിൻ്റെ ഇവിടെ നിന്നാണ് ഐ സിയുടെ ഒന്നാമത്തെ ലെഗ് നമ്മൾ എണ്ണുക. ഇത് പ്രകാരം 1 2 3 4 5 6 7 ഇവിടെ എത്തിയാൽ പിന്നീട് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 8 9 10 11 12 13 14. അതായത് ഈ ഐ സി 14 ലീഡുള്ള ഒരു ഡിജിറ്റൽ ഐ സി ആണ്. ഇനി ഈ ഐ സി ഫിക്സ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ട്രാക്കിൽ 2 സൈഡിൽ ലീഡ് വരുന്ന അല്ല ലെഗ് വരുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഞാൻ കാണിക്കാം. ഈ രീതിയിലാണ് നമ്മൾ ബ്രെഡ് ബോർഡിൽ ഐ സി ഫിക്സ് ചെയ്യാം. പിന്നെ ബ്രെഡ് ബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ ഒരു പ്രത്യേക രീതിയിലാണ്. ഈ പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 2 3 4 അങ്ങനെ ഇവിടുന്ന് ഇവിടം വരെ, അതായത് നമ്മൾ ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏത് പോയിന്റിൽ കുത്തിയാലും നമുക്ക് ആ കണക്ഷൻ കിട്ടും. അർത്ഥമാക്കുന്നത് ഈ വരിയെല്ലാം തന്നെ ഈ കാണുന്ന ഓരോ പോയിന്റും ഇതിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കണക്റ്റിംഗ് പോയിൻ്റാണ് ഈ വരുന്ന രണ്ടാമത്തേത്. ഈ രണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ല, സെപ്പറേറ്റ് ആണ്. ഇവിടെ കണക്ട് ചെയ്താൽ നമുക്ക് ഈ ലൈനിൽ മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ മറ്റൊരു കണക്ഷൻ കിട്ടുന്ന ലൈനാണ് അടുത്തത്. ഒരിക്കലും ഇവ തമ്മിൽ കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ആവശ്യം വരുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു കണക്ഷൻ കൊടുത്ത് ഇതിൻ്റെ ഏത് പോയിന്റിൽ നിന്ന് നമുക്ക് വയർ കണക്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം മറ്റൊരു കണക്ഷനിലേക്ക് കൊടുക്കാൻ. ഇവിടെ ബ്രേക്ക് ആവുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള അടുത്തൊരു ലൈനാണ്. തൊട്ട് താഴെ ഇതിൻ്റെ അതുപോലെ തന്നെയുള്ള ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ കിട്ടുന്ന ഒരു കണക്ഷനാണ്. ബ്രെഡ് ബോർഡിൻ്റെ ഈ ഭാഗത്ത് വരുന്ന അറേഞ്ച്മെൻറ്റ് ഈ രീതിയിലാണ്. ഇനി നമുക്ക് താഴെ കുറേ കുത്തനെയായിട്ട് കുറച്ച് കണക്റ്റിംഗ് പോയിന്റുകൾ കാണാം. അത് ഓരോ ലൈനും സെപ്പറേറ്റ്, അതായത് ഇവിടുന്ന് താഴോട്ടേക്കാണ് വരിക. 1 2 3 4 5 ഈ 5 പിന്നും ഉള്ളിൽ നിന്ന് കണക്റ്റഡ് ആണ്. അത് ഓരോന്നും സെപ്പറേറ്റ് ആണ്. അതായത് ഈ പിന്നുമായിട്ട് കണക്റ്റഡ് ഇല്ല. പക്ഷേ ഇത് മുകളിലോട്ട് ഇവിടം വരെ ഈ 5 കണക്റ്റിംഗ് പോയിന്റുകൾ അതിന് ഇൻറ്റേർണലി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ഷൻ ഇവിടം വരെയുള്ള ഏത് പോയിന്റിൽ നമുക്ക് വയർ കണക്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടുന്ന് ബ്രേക്ക് ആവുന്നു. വീണ്ടും ഇവിടെ 5 പോയിന്റുകളുണ്ട്. അത് ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നൊക്കെ നമുക്ക് ആ കണക്ഷൻ കിട്ടും, അതിൻ്റെ ഉള്ളിൽ നിന്ന് കണക്റ്റഡ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ കൊടുത്താൽ ഈ പോയിന്റിൽ കിട്ടില്ല. അതായത് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിലേക്കുള്ള കണക്ഷൻ ഇല്ല എന്നാണ്. നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ആ കണക്ഷൻ ഇവിടെ നിന്ന് എടുക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. ഇവിടെ കൊടുത്തത് ഈ പോയിന്റിൽ നിന്ന് എവിടെ വേണമെങ്കിലും എടുക്കാം. അതാണ് ബ്രെഡ് ബോർഡിൻ്റെ കണക്റ്റിംഗ് രീതി. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള പോലെ തന്നെ ഇവിടെ വീണ്ടും കാണാം. ഞാൻ ഇവിടെ പറഞ്ഞ അതേ രീതിയിലുള്ള ഒരു ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റിനാണ് ഈ ബ്രെഡ് ബോർഡിൽ ഇവിടെയും കാണാം. അപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു കണക്ഷൻ കൊടുത്തു. അതൊരു VCC പോയിൻ്റ് ആണ് എന്ന് കരുതിക്കോ, 5 വോൾട്ട് ഉള്ള പോയിൻ്റ് ആണ് എന്ന് കരുതിക്കോ. ഞാനിവിടെ എവിടെയും കൊടുത്തു.
അല്ലെങ്കിൽ ഇവിടെ VCC ഇത് പോയിന്റ് ഉണ്ട്, ഞാൻ ആ പോയിന്റിൽ 5 വോൾട്ടിന് കൊടുത്തിട്ടുണ്ട്. ഈ ICക്ക് 14ാമത്തെ ലീഡ് VCC 5 വോൾട്ട് കൊടുക്കുന്ന പിന്നാണെന്ന് ആണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് ഇവിടെ വെച്ചിട്ട് എടുത്തിട്ട് അടുത്ത പോയിന്റ് ഈ പിന്ന് ഏത് പോയിന്റിലാണ് ഉള്ളത് അവിടെ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുത്താൽ എവിടെ കൊടുത്താലും നമുക്ക് ഈ പിന്ന് ഈ ഓരോ പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ ഇത് ഇവിടെ തന്നെ കൊടുക്കണം എന്നുള്ള ഞാൻ പറഞ്ഞു. ഈ വരുന്ന ഏത് ലൈനിൽ എവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിലുള്ള കണക്ഷൻ കിട്ടുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ പോയിന്റിലേക്ക് ആ കണക്റ്റിംഗ് 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട് നമുക്ക് ലഭിക്കും. അത് ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. പക്ഷേ ഈ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം ഈ പോയിന്റ് ICയുടെ ഈ പോയിന്റുമായിട്ട് കണക്ഷൻ ഇല്ല. ഇവിടെ കൊടുത്താൽ കിട്ടില്ല. ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. എവിടെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. മുകളിലത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ പോയിന്റിൽ ഏത് പോയിന്റിൽ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ താഴത്തെ പോയിന്റ് കൊടുത്താൽ കിട്ടില്ല. കാരണം ഈ പോയിന്റുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണ് അതിന് കാരണമായിട്ടുള്ളത്. നമുക്ക് ഈ സോക്കറ്റിൽ 20 പിന്നുള്ള IC ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ലോക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഈ സോക്കറ്റ് പ്രകാരം നമ്മൾ ICയുടെ 1ാമത്തെ ലെഗ് ഈ പോയിന്റ് വരണം. ഈ പോയിന്റിൽ വന്നാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 20 ലെഗ് ഇവിടെ വരും. ഇവിടെ IC ഫിക്സ് ചെയ്യുന്നത് ഇത് വേർട്ടിക്കലി ആണെങ്കിൽ ഇപ്പോൾ ഈ സോക്കറ്റ് ലൂസ് ഉള്ളത്. ഇനി അതിനുശേഷം നമ്മൾ IC ഫിക്സ് ചെയ്യും. 20 ലീഡുള്ള IC ആണെങ്കിൽ ടോട്ടലി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി 20 ലീഡിൽ കുറഞ്ഞ IC ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ICയുടെ ലെഗ് 1ാമത്തെ ലെഗ് എവിടെയാണ് നോക്കുക. ആ ലെഗ് 1ാമത്തെ ഇവിടെ ടോപ്പിൽ വെച്ചിട്ട് ഈ ലോക്ക് നമ്മൾ താഴേക്ക് പ്രസ് ചെയ്യണം. അപ്പോഴാണ് IC ഇവിടെ ഫിക്സ് ആയതും ICയുടെ പിന്നെ ഇൻറ്റേർണൽ കണക്ഷനുമായിട്ട് അവിടെ കണക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് കണക്റ്റിംഗ് പോയിന്റുകൾ കാണാം. അത് 20 കാണാം, 20 എണ്ണം സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട് 1, 2, 3, 4 അങ്ങനെ 10 അങ്ങനെ 20 വരെ. അതായത് ഈ വെച്ചിരിക്കുന്ന ICയുടെ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ ഇട്ടിട്ടുള്ള ഓരോ സ്പ്രിങ്ങുമായിട്ട് ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് 1ാമത്തെ ICയുടെ പിന്നിലേക്ക് കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണക്റ്റിംഗ് പോയിന്റ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇത് കണക്ട് ചെയ്യുന്നത് ഒരു 5 വോൾട്ട് കൊടുക്കണം. ആ 5 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. ഈ സ്പ്രിങ് നമ്മൾ മുകളിലേക്ക് വലിച്ചിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയർ അവിടെ വെക്കാൻ. അതായത് ഈ സ്പ്രിങ് മുകളിലേക്ക് വലിക്കുക. ഇപ്പോൾ ആ സ്പ്രിങ്ങിനിടയിൽ ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പിനിടയിലേക്ക് നമ്മൾ ഈ വയർ വെക്കുക. റിലീസ് ചെയ്യുന്ന വയർ അവിടെ സ്ട്രോങ്ലി കണക്റ്റഡായി. അതിനുശേഷം നമുക്ക് എവിടെയാണോ കണക്ഷൻ കൊടുക്കേണ്ടത് അവിടെയൊക്കെ സ്പ്രിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിങ് വെച്ചുള്ള കണക്ഷൻ ആ പോയിന്റിലാണെങ്കിൽ സ്പ്രിങ് വലിച്ചതിന് ശേഷമേ കൊടുക്കാവൂ. വയറവിടെ കൊടുത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കണക്റ്റഡായി. ഏത് പിന്നിലാണോ കൊടുക്കേണ്ടത്, ഇപ്പോൾ 11ാമത്തെ പിന്നിലാണെങ്കിൽ ഈ 11ാമത്തെ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ICയുടെ 11ാമത്തെ പിന്നിലേക്ക് അത് കണക്ഷൻ വരും. ഇനി ഇവിടെ IC വീണ്ടും നമുക്ക് എക്സ്പെരിമെൻ്റൊക്കെ കഴിഞ്ഞു. IC നമുക്ക് തിരിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് റിലീസ് ചെയ്യുക. അതിനുശേഷം IC ഇവിടുന്ന് നമുക്ക് തിരിച്ചെടുക്കാം. ഈ രീതിയിലാണ് ഈ സോക്കറ്റിൻ്റെ പ്രവർത്തനം. ഇവിടെ ഓരോ ലീഡിൻ്റെ കണക്ഷൻ നമുക്ക് ഇവിടുന്ന് ഓരോ പോയിൻ്റിൽ നിന്ന് കിട്ടും. അത് സ്പ്രിങ് ആണ്. സ്പ്രിങ് വെച്ചിരിക്കുന്ന നമുക്ക് വയർ ഈസിലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. സ്പ്രിങ് മുകളിലേക്ക് വലിക്കുക, അപ്പോൾ ഗ്യാപ്പിലേക്ക് വയർ കണക്ട് ചെയ്യുക, സ്പ്രിങ് റിലീസ് ചെയ്യുക. അവിടെ നല്ല ഫിക്സ് ആയിട്ട് തന്നെ കിട്ടും, ലൂസ് ഇല്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ ഇവിടെയും
ഒരു സോക്കറ്റ് കാണാം. ഇതിൻ്റെ അതേ മെത്തേഡാണ് ഇവിടെയുള്ളത്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിൻ്റെ പവർ ഓൺ സ്വിച്ച് നമുക്ക് ഈ മെഷീൻ്റെത് ബാക്കിലാണ്. ഇപ്പോൾ ഓഫായപ്പോൾ ഇൻഡിക്കേഷൻ ഒന്നും തന്നെയില്ല. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പവർ ഇൻഡിക്കേഷൻ കാണാം. ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ഈ മെഷീനിൽ വ്യത്യസ്ത റേഞ്ചിലുള്ള വോൾട്ടേജുകൾ എടുക്കാം. അതായത് വ്യത്യസ്ത വോൾട്ടേജുകളിൽ ഉപയോഗിച്ച് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ടാവും. +5 വോൾട്ട് എടുക്കാം, -5 വോൾട്ട് എടുക്കാം, +12 എടുക്കാം, -12 എടുക്കാം. ഇവിടെ എല്ലാം തന്നെ സ്പ്രിങ് ആണ്. ആ സ്പ്രിങ് മുകളിലേക്ക് വലിക്കുക. നമ്മൾ കണക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ വയർ എന്നിട്ട് അവിടെ കണക്ട് ചെയ്തതിന് ശേഷം സ്പ്രിങ് റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ വയർ നമുക്ക് ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്പ്രിങ് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ അവിടുന്ന് റിലീസാവും. അല്ലാതെ നമ്മൾ ബലമായിട്ട് വയറുകൾ പിടിച്ച് വലിക്കാൻ പാടില്ല. അങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്പ്രിങ് ഒക്കെ പൊട്ടിയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഫിക്സ് ചെയ്ത IC നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു തന്നു. ഈ IC നമുക്ക് റിമൂവ് ചെയ്യണം. ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നതിനും ഒരു മെത്തേഡ് ഉണ്ട്. ഈ ട്രാക്കിനുള്ളിലൂടെ നമ്മളൊരു വയർ കടത്തി വെക്കുക. 2 എൻഡ് പിടിച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് എടുക്കുക. അങ്ങനെയാണ് IC റിമൂവ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് വേറെ ഇതൊരു IC റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ICയുടെ ലീഡൊക്കെ ചിലപ്പോൾ ബെൻഡായിട്ട് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഇതിന് ഉള്ളത്. പ്രത്യേകിച്ച് സ്പ്രിങ്ങിൻ്റെ കണക്ഷനൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കൂടാതെ നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്കിതിനെ പല മോഡലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ക്ലോക്ക് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ സെക്ഷൻ ഉണ്ട്. അതായത് പൾസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 ഹെർട്സ് മുതൽ 1 മെഗാ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ക്ലോക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിനുവേണ്ട വ്യത്യസ്ത പോയിന്റുകൾ ഉണ്ട്. കണക്റ്റിംഗ് പോയിന്റ് എല്ലാം തന്നെ സ്പ്രിങ് കൊണ്ടുള്ളതാണ്. അതൊരു ഈസിലി മെത്തേഡാണ് കണക്ട് ചെയ്യാനുള്ളത്. പിന്നീട് നമുക്ക് ഇവിടെ ലോജിക് സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് കൊടുക്കുക. അത് സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്തായാലും ആ സ്വിച്ചുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഗ്രൗണ്ട് പോയിന്റ് ഉണ്ട്. നമുക്ക് ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകളുണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഗ്രൗണ്ട് കൊടുക്കാണ്ട് VCC എന്ന് പറയുന്ന പോലെ തന്നെ ഗ്രൗണ്ടിങ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മൾ സ്പ്രിങ് മെത്തേഡിൽ കണക്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇൻപുട്ട് ലോജിക് ഇൻപുട്ട് സ്വിച്ച് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഇത് ടോഗിൾ സ്വിച്ചാണ്. ഇത് മുകളിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ഓൺ കണ്ടീഷനിൽ വരും. അവിടെ ഓരോ LED ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓരോ ടോഗിൾ സ്വിച്ചും ഓൺ ചെയ്യുമ്പോൾ അതിന് നേരെ കാണുന്ന LED നമുക്ക് ലൈറ്റ് കാണാം. ഓൺ കണ്ടീഷൻ. ഡിജിറ്റൽ സർക്യൂട്ടിൽ നമ്മൾ ഓൺ ഓഫ് എന്ന് പറയുന്ന 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്ന ടോഗിൾ നമ്മൾ താഴത്തേക്ക് മൂവ് ചെയ്യിക്കുന്നു. ആ സമയത്ത് അതിന് നേരെയുള്ള LED ഓഫ് ആകുന്നതായിട്ട് കാണാം. ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സർക്യൂട്ടിൽ വരുന്ന ഔട്ട്പുട്ട് സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇവിടെ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്. ആ LED ഇൻഡിക്കേഷനൊക്കെ തന്നെ നമ്മുടെ ഓരോ LEDക്കും ഓരോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിങ് കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ കണക്ട് ചെയ്തിട്ട് വേണം സർക്യൂട്ടിലേക്ക് വയർ കണക്ഷൻ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഓഫ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഓൺ കണ്ടീഷൻ, ആ കണ്ടീഷനിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ സർക്യൂട്ടിലുള്ള ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഓൺ കണ്ടീഷനാണോ അല്ലെങ്കിൽ ഓഫ് കണ്ടീഷനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഭാഗമാണ് ഇവിടെയുള്ളത്. അവിടെ നമുക്ക് ഓൺ എന്ന് പറയുന്ന കണ്ടീഷനാണെങ്കിൽ അവിടെയുള്ള LED ബ്രൈറ്റ് ആവും. ഓഫാണ് വേണ്ടതെങ്കിൽ നമുക്കത് LED പ്രവർത്തിക്കാത്ത രീതിയിൽ ഉള്ള അവസ്ഥ. അപ്പോൾ ഓൺ കണ്ടീഷൻ LEDയുടെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ LED കത്തുന്നത് നോക്കിയിട്ട് ആണ് നമ്മൾ ഓൺ ഓഫ് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്ന
അതിനനുസരിച്ചിട്ട് നമ്മൾ ആ സർക്യൂട്ട് ഏത് രീതിയിലാണോ അതിന് ഔട്ട്പുട്ട് വരേണ്ടത് എന്നത് ഈ പറയുന്ന ഭാഗത്തിലെ LED വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് സർക്യൂട്ടിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ കണക്ഷൻസ്, അതായത് നമ്മൾ ഈ ഇവിടെ വരുന്ന കണക്ഷൻസ് ഇവിടെ വെച്ച ICയിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാനുണ്ടാവാം, അല്ലെങ്കിൽ ഈ IC വെച്ച അവിടെ നിന്ന് കൊടുക്കാനുണ്ടാവാം. എവിടെ നിന്ന് കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഈ പിന്നിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഏത് ഇൻപുട്ട് സ്വിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഇൻപുട്ട് സ്വിച്ചിലേക്ക് നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുക. സ്പ്രിങ് വലിക്കുക, ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇന്ന പിന്നിലേക്ക് സർക്യൂട്ട് ഓൺ കണ്ടീഷനിലാണോ വേണമെങ്കിൽ ഓൺ ചെയ്യുക ടോഗിൾ സ്വിച്ച്. അപ്പോൾ LED ബ്രൈറ്റ് ചെയ്യുന്ന കാണാം. ഇവിടെ 5 വോൾട്ട് ആണ് സാധാരണ ഈ പിന്നിൽ നമുക്ക് കിട്ടുക. അതായത് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പിന്നിലേക്ക് 5 വോൾട്ടേജ് വന്നു എന്നാണ്. ഈ 5 വോൾട്ടേജ് ഈ വയർ കണക്ട് വഴി ICയുടെ പിന്നിലേക്ക് എത്തി. അങ്ങനെ വന്നാൽ നമുക്ക് എന്തോ ഒരു ഔട്ട്പുട്ട് കിട്ടാനുണ്ടാവും. ആ സർക്യൂട്ട് അങ്ങനെയാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ 5 വോൾട്ട് കിട്ടി, അതായത് ഓൺ ആയാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇന്ന കണ്ടീഷൻ ആയിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഔട്ട്പുട്ട് പിന്നെ ഏതാണോ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിപ്പോൾ ഞാൻ ഈ ICയുടെ പിന്നെ വെരിഫൈ ചെയ്തിട്ടല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക ലീഡ് എടുത്തു എന്നേ ഉള്ളൂ. ഈ ലീഡ് ഇത് ഈ ICയായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്യൂട്ടായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആവണമെന്നില്ല. ഔട്ട്പുട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഔട്ട്പുട്ടിൽ വരുന്ന ഒരു പോയിന്റിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓണാക്കുമ്പോൾ ഇവിടെ ഓൺ ആണ് വരേണ്ടതെങ്കിൽ ഈ സർക്യൂട്ട് ഇപ്പം സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ വയർ കണക്ഷൻ മാത്രം പറഞ്ഞതാണ്. ഇവിടെ ഓണാക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഓണിലാണ് വരണമെങ്കിൽ ഈ LED ബ്രൈറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഓണിൽ വരുന്നില്ല, കാരണം സർക്യൂട്ട് ക്ലോസ്ഡ് അല്ല, സർക്യൂട്ട് നമ്മൾ ഫുൾ അസംബിൾഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓണാക്കിയപ്പോൾ ഈ LED ബ്രൈറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ബ്രൈറ്റ് ആവാതിരിക്കും കാരണം. പക്ഷേ അത് അതുപോലെ തന്നെ ഓഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കണ്ടീഷനിൽ വെക്കുക. ആ സമയത്ത് ഇവിടെ വോൾട്ടേജ് ഉണ്ടാവില്ല എന്നാണ് അർത്ഥം, ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് എന്നർത്ഥം. അതിനനുസരിച്ച് ഔട്ട്പുട്ട് എന്താണോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിവിടെ ബ്രൈറ്റ് ആവും. അത് ഈ ICയുടെ സർക്യൂട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ അസംബിൾഡ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് പോയിന്റ് ഇപ്പോഴും പറഞ്ഞു എന്നുള്ളൂ. ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണിത്. ഇൻപുട്ട് ഓണാക്കിയാൽ ഓണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണോ വരേണ്ടത് അത് ഇവിടെ വന്നിരിക്കണം. അതായത് ഔട്ട്പുട്ട് ഹൈ ആണെങ്കിൽ അതിൻ്റെ ആ സ്പെസിഫൈ ചെയ്ത പിന്നെ നമ്മൾ ഏതോ ഒരു LED പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ LED ബ്രൈറ്റ് ആവണം, LED വർക്ക് ചെയ്യണം. LED വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സർക്യൂട്ട് സക്സസ് ആണ്, വർക്കിംഗ് എന്ന് നമുക്ക് പറയാം. പിന്നീട് മറ്റൊരു ഭാഗം വരുന്നത് പൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പൾസ് കൊടുക്കാനുള്ള ഒരു പുഷ് ഓൺ സ്വിച്ച്, ഇതാ ഒരു സ്വിച്ച് നമുക്ക് കാണാം. ആ സ്വിച്ച് കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ഈ രീതിയിലുള്ള പൾസുകൾ ഇതിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരും. ഈ പൾസ് ആവശ്യമാണെങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത വയർ ഏത് പോയിന്റിലേക്കാണോ നമുക്ക് ആ പൾസ് ആവശ്യം വെച്ചാൽ അവിടത്തേക്ക് കണക്ഷൻ കൊടുക്കുക. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കണക്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ നിന്നുള്ള പൾസ് ആ പിന്നിലേക്ക് കിട്ടും. ആ പിന്നിലാണോ ആവശ്യമെങ്കിൽ ഏത് പിന്നിലാണോ ആ സർക്യൂട്ട് പ്രകാരമേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയുന്നതുകൊണ്ട് ഇന്ന പിന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൾസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ കാണുന്നത്. പിന്നെ സർക്യൂട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ വരേണ്ടതുണ്ടാവും. അത്തരം സർക്യൂട്ടുകളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് നമുക്ക് കാണാം. ഇവിടെയും പറയുന്ന നമുക്ക് 4
ഡിസ്പ്ലേ ഇവിടെ കാണാം. 1 2 3 4. അവിടെ ഓരോന്നിനും 1 2 3 4 എന്നും കാണാം. പൊതുവെ ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി കുറച്ചുകൂടി എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കാം.